നിലമ്പൂരിൽ തോറ്റ CPM-ന്റെ പൂമരം എം സ്വരാജിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും സാർ? പണ്ട് നിയമസഭയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടല്ലോ ക്യാപിറ്റൽ പണിഷ്മെന്റ്. നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം ആവശ്യപ്പെട്ട പാർട്ടി സമ്മേളനത്തിലാണ്, അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അല്ലേ അദ്ദേഹം സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ആ കാര്യം തന്നെയാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്, അനിവാര്യമായ ക്യാപിറ്റൽ പണിഷ്മെന്റ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രീതിശാസ്ത്രം അനുസരിച്ചിട്ട് 2 തെരഞ്ഞെടുപ്പുകളാണ് ഇദ്ദേഹം തുടർച്ചയായിട്ട് തോറ്റിരിക്കുന്നത്. അങ്ങനെ 2 തെരഞ്ഞെടുപ്പുകൾ തോറ്റ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഭാവി അത്ര ശോഭനമല്ല. അവഗണിക്കപ്പെടുക, തഴയപ്പെടുക എന്നൊക്കെയുള്ള പല നേതാക്കളെയും നേരിട്ട അതേ പ്രശ്നം തന്നെ, സമസ്യ തന്നെയാണ് അദ്ദേഹത്തെ നേരിടുന്നത്. എന്ന് മാത്രമല്ല, ഇതുപോലൊരു പാർട്ടിയെ, അതായത് ബൂത്ത് തലം മുതൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പാർട്ടിയെ കേഡർ സംവിധാനത്തിലൂടെ കുടുംബ ബന്ധങ്ങൾ വരെ പാർട്ടിയുടെ ഗുണത്തിനായിട്ട് ഉപയോഗിക്കുന്ന, ഇപ്പോൾ കുടുംബത്തിൽ ആരെങ്കിലും വഴിമാറി സഞ്ചരിച്ചാൽ അവരെ പോലും പാർട്ടിയുടെ വഴിയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള ശക്തമായിട്ടുള്ള സംവിധാനങ്ങളുള്ള കല്യാണം, അതുപോലെ അപരക്രിയ തുടങ്ങിയ എല്ലാ ക്രിയകൾക്കും കർമ്മങ്ങൾക്കും ഒക്കെ പാർട്ടിയുടെ സഹകരണം ഉറപ്പാക്കുന്ന ഒരു സംഘബോധമുള്ള പാർട്ടി തന്നെയാണ് CPM. അത്തരം ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പഞ്ചായത്തിലും സ്വന്തം ജന്മസ്ഥലം എന്ന് പറയുന്ന സ്ഥലത്തും ഉണ്ടായിട്ടുള്ള തോൽവി, അതും വലിയ തോൽവി, കനത്ത തോൽവി, അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കരിയറിനെ ബാധിക്കുന്ന ഒരു നെഗറ്റീവ് ഫാക്ടറാണ്. ഇനി അങ്ങോട്ട് സ്വരാജിൻ്റെ സഞ്ചാരം, അതിൻ്റെ ഗ്രാഫ്, പൊളിറ്റിക്കൽ കരിയറിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് മുകളിലേക്കായിരിക്കില്ല പോകുന്നത്, താഴോട്ടായിരിക്കും. കുഴപ്പമില്ല, അവിടെ ലോക്കൽ കമ്മ്യൂണിറ്റി തലം വരെ ഉണ്ടല്ലോ, അക്കോമഡേറ്റഡ് ബ്രാഞ്ച് തലം, അങ്ങനെ ആ തലങ്ങളിലേക്കായിരിക്കും സഞ്ചരിക്കുക. ഇത്തരത്തിൽ സ്വരാജിൻ്റെ പതനം പാർട്ടിയിൽ ആരെങ്കിലും ആഗ്രഹിച്ചിരുന്നു എന്നോ പറയപ്പെടുന്നു. നമുക്കിതിന് മൂർത്തമായ തെളിവുകൾ ഹാജരാക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. ചിലരുടെ ആഗ്രഹങ്ങളാണ് ഇപ്പോൾ പാർട്ടിയിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പാർട്ടിയുടെ ആ മുന്നോട്ടുള്ള യാത്ര, മുന്നോട്ടെന്ന് പറയാൻ പറ്റില്ല, പാർട്ടിയുടെ ആ യാത്ര സമയതീരത്തോടുള്ള യാത്ര നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, തടസ്സങ്ങളെയെല്ലാം, ദേശീയപാതയിലെ വൻമരങ്ങൾ നിൽപ്പുണ്ടെങ്കിൽ അത് തടസ്സമാണ്. ആ വൻമരങ്ങളെ വെട്ടി വീഴ്ത്തുക എന്നുള്ള ശ്രമം തീർച്ചയായിട്ടും വെട്ടിനിരത്തൽ, സെലക്റ്റീവ് ഫെല്ലിംഗ് എന്ന് പറയുന്ന പ്രതിഭാസം നടക്കുന്നുണ്ട്. സാർ, അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഈ വെട്ടിനിരത്തൽ നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന് ക്ലിഫ് ഹൗസിലേക്കുള്ള പാതയൊരുക്കലാണോ? ആ പാതയാണിപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് നിന്ന് അധികാര സോപാനത്തിലേക്കുള്ള ദേശീയപാത. ആ പാതയിലെ വൻമരങ്ങളെയാണിപ്പോൾ വെട്ടി സെലക്റ്റീവ് ഫെല്ലിംഗ് നടത്തിയിരിക്കുന്നത്. അക്കൂട്ടത്തിൽ ശൈലജ ടീച്ചറുണ്ട്, ശ്രീമതി ടീച്ചറുണ്ട്, P രാജീവുണ്ട്, അതുപോലെ തന്നെ MP രാജേഷുണ്ട്. നമ്മൾ പല പല പദ്ധതികളിലായിട്ട് നമ്മളത് മുമ്പ് വെട്ടി നിരത്തിയ വേറെ ചിലരുണ്ട്, സുരേഷ് കുറുപ്പിനെ പോലെയുള്ളവർ. അച്യുതാനന്ദനെ വരെ വെട്ടി നിർത്തിയില്ലേ? G സുധാകരൻ, തോമസ് ഐസക്, അങ്ങനെയുള്ള ഒരു നിര നേതാക്കളെ. അതെ, G സുധാകരൻ്റെ പേര് പറഞ്ഞല്ലോ, പരാമർശിച്ചല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വെട്ടിനിരത്തൽ ധാരാളമായി നടക്കുന്നുണ്ട്. വെട്ടിനിരത്തലിന് എതിരായിട്ടുള്ള വേറൊരു പ്രക്രിയയും കൂടെ നടത്തുന്നുണ്ട്. പണ്ട് A പ്രദീപ് കുമാർ എന്ന് പറയുന്ന ആൾ അച്യുതാനന്ദൻ്റെ പക്ഷത്ത് നിന്ന ആളാണ്. സൗമ്യനായ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അദ്ദേഹം. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഒരു രാഷ്ട്രീയ വനവാസത്തിലായിരുന്നു അദ്ദേഹം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നിലപാടുകളെല്ലാം മുഹമ്മദ് റിയാസിന് അനുകൂലമായിട്ടുണ്ട്. കോഴിക്കോടാണല്ലോ അവരുടെ തട്ടകം. അതെ, അതുപോലെ തന്നെ ഇളമരം കരീമിൻ്റെയും തട്ടകം എന്ന് പറയുന്നത് കോഴിക്കോടാണ്. CITUവിൻ്റെ പ്രബലമായിട്ടുള്ള ഒരു വിഭാഗം മുഹമ്മദ് റിയാസിനെതിരായി അവിടെ രക്ഷാദൗത്യം ഏറ്റെടുത്തത് പ്രദീപ് കുമാറാണ്. ഇളമരം കരീംകാരെ തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ. അവിടെ ഒന്നിച്ചു നിന്നവരെ അംഗം പയറ്റിയവരാണ് ആരൊക്കെ? നമ്മുടെ പ്രദീപ് കുമാറും അതുപോലെ തന്നെ PA മുഹമ്മദ് റിയാസും ഒരുമിച്ച് നിന്നു. അതിൻ്റെ പാരിതോഷികം ആണ് ഇപ്പോൾ അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിലേക്കുള്ള പ്രവേശനം കിട്ടിയത്. അല്ലെങ്കിൽ അദ്ദേഹം ഏതാണ്ട് രാഷ്ട്രീയ വനവാസത്തിലായിരുന്നു, പ്രാദേശികമായിട്ട് മാത്രം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ക്യാരറ്റ്
ആൻഡ് സ്റ്റിക്ക് പോളിസി എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ. അപ്പോൾ തങ്ങളെ അനുകൂലിച്ച് തങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് ക്യാരറ്റും മറ്റുള്ളവർക്ക് വടി കൊണ്ടുള്ള അടിയും കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രക്രിയ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അത് ചിലരെയൊക്കെ മുന്നോട്ട് നയിക്കുന്നു, ചിലരെയൊക്കെ വീഴ്ത്തുന്നു. ആ തരത്തിലൊരു പ്രക്രിയ അവർ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മനഃപൂർവ്വം സ്വരാജിൻ്റെ ഗ്രാഫ് താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടി തോൽപ്പിച്ചതാണ് എന്ന് ട്രോളുകൾ പറയുന്നുണ്ട്. ഗൗരവമായിട്ട് എടുക്കാൻ പറ്റുകയില്ല, നമുക്കത് തള്ളിക്കളയാനും പറ്റില്ല. കാരണം നമുക്കിതിൻ്റെ നേരെ എന്താണെന്ന് നമുക്ക് അറിയില്ല. നമ്മൾ പിന്നെ അറിവില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സന്നിഗ്ധത ആ കാര്യത്തിലുണ്ട്. ഈ സ്വരാജ് പടിപടിയായിട്ട് വളർന്നു വന്ന് SFIയിലും DYFIയിലും കൂടെ ഇപ്പോൾ പാർട്ടിയിലെത്തി നിൽക്കുന്ന ഒരു നേതാവാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം ചടുലമായി സംസാരിക്കുകയും വളരെ ഭംഗിയായി അച്ചടി ഭാഷയിൽ പറയുകയും ഒപ്പം തന്നെ നന്നായിട്ട് രാഷ്ട്രീയം കളിക്കാൻ സമയവും സന്ദർഭവും അനുസരിച്ച് രാഷ്ട്രീയം കളിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. തീർച്ചയായിട്ടും കൃത്യമായിട്ടും പിണറായി വിജയന് വേണ്ടി അദ്ദേഹം നാവ് വാടകയ്ക്ക് കൊടുത്തിരുന്നു എന്ന് പരക്കെ ആക്ഷേപവുമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ എല്ലാം കൊണ്ടും പിണറായിയുടെ ഒരു വത്സല ശിഷ്യനായിരുന്ന സ്വരാജാണ് ഇങ്ങനെ പരാജയപ്പെട്ടിരിക്കുന്നത്. അത് സംബന്ധിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പല ഊഹാപോഹങ്ങളും നിഗമനങ്ങളും ഒക്കെ പുറത്തു വരുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഈ സ്വരാജിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിത്തീരും എന്ന ചോദ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. ഈ സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പിതാവിന്, അദ്ദേഹം ഒരു അധ്യാപകനും കൂടിയാണ്, ആരോടായിരിക്കും കൂടുതൽ നോർമൽ സിറ്റുവേഷനിൽ വത്സല ശിഷ്യനോടായിരിക്കുമോ സ്വന്തം മരുമകനോടായിരിക്കുമോ? ആരോടായിരിക്കും കൂടുതൽ സ്നേഹം? സാധാരണഗതി സ്വാഭാവികമായി നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും മരുമകനോട്. അത് തന്നെയാണ്. അതിപ്പോൾ അതിനകത്ത് ഉത്തരവുണ്ട്. മറ്റത് വത്സല ശിഷ്യൻ മാത്രമാണ്, കുടുംബ താല്പര്യമില്ല ഇവിടെ എന്നതുകൊണ്ട് തന്നെ വളരെ വ്യക്തമാണ് അതിന് ഉത്തരം. സ്വാർത്ഥതയാണ്. നെപ്പോട്ടിസത്തിൻ്റെ കേന്ദ്രമല്ലേ ഇപ്പോൾ ഭരണസിരാ കേന്ദ്രം തന്നെ? നെപ്പോട്ടിസത്തിൻ്റെ കേന്ദ്രീകൃത രൂപമല്ലേ ഇവിടെ? AKG സെൻറ്റർ അങ്ങനെയല്ലേ? ക്ലിഫ് ഹൗസ് അങ്ങനെയല്ലേ? നമ്മൾ കണ്ടതല്ലേ? നിസ്സാര കാര്യമെന്ന് നമ്മൾ വിചാരിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് സമയത്ത് പ്രധാനപ്പെട്ട VIP-കളും അതുപോലെ ടെക്നോക്രാറ്റുകളും ഒക്കെ ഇരിക്കേണ്ട കസേരകളിൽ അതിൻ്റെ മുഖ്യമന്ത്രിയുടെ കുടുംബം അവിടെ ഇരിക്കുക, ഭാര്യ, കൊച്ചുമക്കൾ ഒക്കെ വിളിച്ച് അവർക്ക് വേണ്ടി പിന്നെ ഉള്ള കസേരകളിൽ ഇവരെ പിടിച്ചങ്ങനെ ഇരുത്തിക്കൊണ്ട് ചോദ്യം ചോദിച്ചോ അവരെൻ്റെ ഭാര്യയും മക്കളും കൊച്ചുമക്കളും. ഇത് ഭരണഘടന അനുവദിക്കുന്നതാണോ? രാജ്ഭവനിൽ ഒരു ഭാരതമാതാവിൻ്റെ പടം വന്നു എന്നതിൻ്റെ പേരിൽ കേരളമാകെ പടകമടിച്ച് നടന്നല്ലോ നമ്മുടെ മന്ത്രിമാരെല്ലാവരും. അപ്പോൾ ഇവിടെ ഈ കസേരയിൽ ഇരുത്തണമെന്ന് ഏത് ഭരണഘടനയാണ് പറഞ്ഞിട്ടുള്ളത്? ഏത് ബ്ലൂ ബുക്കാണ് പറഞ്ഞിട്ടുള്ളത്? ഏത് പ്രോട്ടോകോൾ പുസ്തകമാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ കുടുംബ താല്പര്യത്തിൻ്റെ എല്ലാം പുറത്തു വരികയില്ലേ? പരസ്യമായിട്ട് തന്നെ പ്രകടനമായ രൂപത്തിൽ തന്നെ പുറത്തു വരികയില്ലേ? അങ്ങനെയെങ്കിൽ ഈ പരാജിതനായ സ്വരാജ് അടങ്ങിയിരിക്കുമോ? എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഒരു കുന്തവും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ പാർട്ടി മെഷീനറിയെ പറ്റി അറിയാത്തത് കൊണ്ടാണ്. ആ പാർട്ടി മെഷീനറിക്കുള്ളിൽ ഔദ്യോഗിക പക്ഷത്തിനെ അംഗീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുന്നത് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെയായിരിക്കും. അതുകൊണ്ടാണോ ഭരണഘടന തന്നെ എങ്ങനെയാണോ? അതുകൊണ്ടാണോ അങ്ങ് ആദ്യമേ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആ വാക്ക് ഉപയോഗിച്ചത്? ക്യാപിറ്റൽ പണിഷ്മെന്റ് അതിനെ മറികടന്ന ഒരു സന്ദർഭം മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതായത് ജനകീയ ജനാധിപത്യ വിപ്ലവവും ദേശീയ ജനാധിപത്യ വിപ്ലവവുമായിട്ടുള്ള ഒരു സ്പ്ലിറ്റ് വന്നു. ഭൂരിപക്ഷവും അന്നത്തെ ചെയർമാൻ എന്നാണ് അന്ന് പേര്, ഇപ്പോൾ അതില്ല, ജനറൽ സെക്രട്ടറിയാണ് SA ഡാങ്കെ ഈ ദേശീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്ന ആശയമാണ് മുന്നോട്ട് വെച്ചത്. അതായത് കോൺഗ്രസുമായിട്ട് ഐക്യം പ്രാപിച്ചുകൊണ്ട് ജനാധിപത്യ രീതിയിലൂടെ മുന്നോട്ട് പോവുക, വിപ്ലവത്തിന് പകരം എന്നുള്ള രീതി. ആ രീതിശാസ്ത്രമാണ് ഇന്നിപ്പോൾ CPM അംഗീകരിച്ചിരിക്കുന്നത്. പക്ഷേ അന്ന് ഇപ്പോൾ ഈ ആശുപത്രിയിൽ കിടക്കുന്ന VS അച്യുതാനന്ദൻ ഉൾപ്പെടെ 14 പേര് ആ സമ്മേളനത്തിൽ നിന്ന്, അത് തീരുമാനിച്ച സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതുകൊണ്ടാണ് CPI അവരെ പിളർപ്പന്മാരെന്ന് പറയുന്നത്. രാജിവെച്ചിറങ്ങിപ്പോയി. അത് EMS അന്നേരം മാറിയിട്ടില്ല. EMS പിൽക്കാലത്ത് പിന്നെ EMSും അവരോടൊപ്പം ചേർന്നു. അല്ല, EMS കൗശലക്കാരനായിരുന്നത് കൊണ്ട് എവിടെയാണ് കരുത്ത് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തീരുമാനമെടുത്തു. അത് അന്ന് രക്ഷപ്പെട്ടത് ദേശീയ നേതാക്കളായ 14 പേരുണ്ടായതുകൊണ്ടും അവർക്ക് വളരെയധികം പാർട്ടി തലത്തിലല്ലാതെ തന്നെ ജനസ്വാധീനം ഉണ്ടായിരുന്നത് കൊണ്ടുമാണ് അവർ രക്ഷപ്പെട്ടു പോകുന്നത്. അതാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന പാർട്ടി. ആ പാർട്ടി ജയിച്ചു. CPIയേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി കേരളത്തിൽ. ബീഹാറിലൊക്കെ CPI തന്നെയാണ് കൂടുതൽ സീറ്റ്, ആന്ധ്രാപ്രദേശിലൊക്കെ നേടിയത്. അത് വേറൊരു കാര്യം.
ഇപ്പോഴും വിജയിച്ചു നിൽക്കുന്ന അല്പമെങ്കിലും ഒരു 1-2 സീറ്റുകളുള്ളത് CPM തന്നെയാണ്. അങ്ങനെ മാത്രം ഒരു നേട്ടം മാത്രമേ ഇതിൻ്റെ ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ളൂ. മറ്റെവിടെ പോയാലും നമ്മൾ MV രാഘവൻ്റെ കാര്യം കണ്ടില്ല, O ഭരതൻ്റെ കാര്യം കണ്ടില്ല, എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നു. ഗൗരിയമ്മ ഒരിക്കൽ EMS പറഞ്ഞത് തന്നെ, ഞാൻ എൻ്റെ അവസാന ശ്വാസം വരെ ഈ പാർട്ടി വിട്ടു പോവുകയില്ല. എന്തെന്നാൽ ഞാൻ ഈ പാർട്ടി വിട്ടുപോയാൽ, താത്വികനായിട്ടുള്ള EMS നമ്പൂതിരിപ്പാടാണ്, തൊഴിലാളി വർഗത്തിൻ്റെ ദത്തുപുത്രൻ എന്ന് അവകാശപ്പെടുന്ന EMS പറഞ്ഞത്, ഞാൻ ഈ പാർട്ടി വിട്ടുപോവുകയില്ല ഒരിക്കലും. കാരണം ഞാൻ പാർട്ടി വിട്ടുപോയാൽ ഞാൻ EMS ആയിരിക്കുകയില്ല, മറ്റൊരു MV രാഘവനായിട്ടായിരിക്കും തീരുക. അപ്പോൾ പാർട്ടി പതാക പുതച്ചുള്ള ഒരു മരണം ഇവരെല്ലാം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പാർട്ടിക്ക് വിധേയമായി ജീവിക്കുക, ഇത് തന്നെയാണ് പാർട്ടിയുടെ ഭരണഘടന. അതാ കേന്ദ്രീകൃത സ്വരാജിനെ സംബന്ധിച്ചും ഇനി അടങ്ങി ഒതുങ്ങി ഒരു മൂലക്കിരിക്കാം. അതെ, ജനാധിപത്യ കേന്ദ്രീകരണമാണ് ഭൂരിപക്ഷം പറയുന്നത്, അംഗീകരിച്ചുകൊണ്ട് മിണ്ടാതെ ഔദ്യോഗിക പക്ഷം പറയുന്നത്. അതെ എന്ന് പറഞ്ഞത് അതിനപ്പുറമില്ല പാർട്ടിയുടെ രീതിശാസ്ത്രം. കാരണം ഒരു വിപ്ലവ പാർട്ടിക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റൂ. അതിനെതിരായിട്ട് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ വിപ്ലവം പാളും എന്നുള്ളത് കൊണ്ടുണ്ടാക്കിയൊരു രീതിശാസ്ത്രമാണത്. തീർച്ചയായിട്ടും അതിന് വിധേയനാണ്. ഇപ്പോൾ അതിൻ്റെ ആ ഭരണഘടനയാണ് CPM പിന്തുടരുന്നത്. അവർ നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് അവരുടെ ഭരണഘടന. എങ്കിലും നമ്മുടെ ഭരണഘടനയൊക്കെ പൊക്കിപ്പിക്കും. അത് വെറും ഒരു അഭിനയവും അടവ് നയം മാത്രമാണ്. എന്തായാലും ശരി, ഇപ്പോൾ അങ്ങനെ ഒരു ഇക്കോ സിസ്റ്റത്തിൽ തീർച്ചയായിട്ടും സ്വരാജിന് പറയുന്നതനുസരിച്ച് വിനീത വിധേയനായിട്ട് പാർട്ടിക്കുള്ളിൽ ഒതുങ്ങി എന്നുള്ള ക്യാപിറ്റൽ പണിഷ്മെന്റ് ആയിരിക്കും. ഒതുങ്ങി എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുക, ഒതുങ്ങിക്കൂടുക മാത്രമേ കരണീയമായിട്ടുള്ളൂ. പിന്നെ അസാധാരണമായിട്ടുള്ള വ്യാഖ്യാന പാഠവുമുണ്ട്. അദ്ദേഹം ഈ പരാജയത്തെ ഒരു വിജയമാക്കിയിട്ട് തൻ്റെ ഭാഷ്യം ചമച്ചിട്ടുമുണ്ട് എന്നുള്ള വസ്തുത കൂടി നമ്മൾ ഇവിടെ ഓർക്കേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.